എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് ഈ രാത്രിക്ക് നിങ്ങൾ ഇതെവിടെയോ പോകുന്നത്? രാത്രിക്കല്ല, നമ്മൾ പോകുന്നത് രാവിലെ ഒരു 4:30 4:45 ആ ഒരു സമയത്താണ്. ആ ഒരു സമയത്ത് എവിടെയാണ് പോകുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കയ്യൂർ ഒറ്റക്കോലം ഉണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു രാവിലെ എണീച്ച ഉറക്കപ്പിച്ചും ആ ഒരു ഇതെല്ലാം കൊണ്ട് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ഞാൻ വെച്ച് ഇൻട്രോ ഒന്ന് ഇങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങ് തുടങ്ങിയതാണ്. പിന്നെ ഈ ഒരു പോക്കിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതായത് എൻ്റെ ഭർത്ത് വന്നിരിക്കുന്നു. ഗായ്സ്, ലീവിന് എൻ്റെ ഭർത്ത് വന്നിരിക്കുകയാണ്. ആൾ ഒരു സർപ്രൈസ് എൻട്രിയോട് കൂടിയിട്ടാണ് വന്നത്. പിന്നെയെന്ന് വെച്ചാൽ ആൾക്കിങ്ങനെ വീഡിയോയിലൊന്നും അങ്ങനെ വരാനൊരു താല്പര്യം കുറവ് കുറച്ചുണ്ട്. പക്ഷെ നമ്മളെടുക്കുക അത് നടക്കില്ല. അതുകൊണ്ട് പിന്നെ ഏകദേശം എത്തിയിട്ട് ഒരാഴ്ചയെല്ലാം ആയി. കുറേ ദിവസമായി ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. എന്നാലും വരുന്നൊന്നുമില്ല. പിന്നെ കിട്ടിയ തക്കത്തിനങ്ങ് എടുക്കുമെന്നല്ലാണ്ട്. അങ്ങനെ നമ്മൾ കയ്യൂർ അമ്പലത്തിലെത്താനിങ്ങനെ ആയി. ലൈറ്റെല്ലാം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും. എത്തി നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുമായിരുന്നു. നമ്മൾ വണ്ടി വെച്ചിരിക്കുന്ന ദിവസം അങ്ങോട്ട് നടക്കാനുണ്ട്. അങ്ങോട്ട് നടക്കുന്നു. അപ്പം നമ്മളവിടെ എത്തുമ്പോഴേക്ക് ഏതോ ഒരു തെയ്യം അവിടെ ഉണ്ടായിരുന്നു. തെയ്യത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്കെല്ലാം വരുവല്ലേം ചെയ്യുന്നു. ഇതാണ് എൻ്റെ വൈശു, എൻ്റെ സ്വന്തം ഓൻ. വൈശാഖ് എന്നാണ് പേര്, എൻ്റെ വൈശുവാണ്. അപ്പം എന്താ തെയ്യത്തിൻ്റെ ആ ഒരു ഇതെല്ലാം തീ തുള്ളാനുള്ള ആ ഒരു ഇതെല്ലാം റെഡിയായി നിൽക്കുന്നു. ശരിക്കും ആ ഫസ്റ്റ് കാണിച്ചത് തലേന്ന് വൈകുന്നേരം നമ്മൾ, അതായത് ഇന്നാണ് തെയ്യം എന്നുണ്ടെങ്കിൽ ഇന്നലെ വൈകുന്നേരം അതിന് തീ എല്ലാം കത്തിച്ച് ഇതാക്കും. അപ്പം പിറ്റേന്ന് രാവിലെ പുലർച്ചയാകുമ്പോഴേക്ക് തീയെല്ലാം ഏകദേശം കത്തി കനൽ മാത്രമായിട്ട് നിൽക്കും. ഇപ്പം കണ്ടില്ലേ, അതുപോലെ. അപ്പം അതിലേക്കാണ് ഈ ഒരു ഒറ്റക്കോലം എന്ന് പറയുന്നത് ഇങ്ങനെ പ്രവേശിക്കേണ്ടത്. ആ ഒരു അഗ്നിയിലേക്കാണ് പ്രവേശിക്കേണ്ടത്. അപ്പം ഞാനും ഈ ഒറ്റക്കോലം എന്ന് പറയുന്നത് ആദ്യമായിട്ട് കാണുന്നതാണ്. കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഞാനും ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചത് നമ്മളെ അമ്പലത്തിൽ ഒറ്റക്കോലം ഉണ്ടാകുമ്പോഴായിരിക്കും ഞാൻ ആദ്യമായിട്ട് കാണുമെന്നാണ്. പക്ഷെ അതിന് മുന്നേ വൈകി വന്നതുകൊണ്ട് ഇവിടെ വന്ന് കണ്ടു. അപ്പം ഇവിടെ എല്ലാ കൊല്ലവും ഉണ്ടാകുന്നതാണ് ഒറ്റക്കോലം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ അമ്പലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് ഉണ്ടാവുക. അപ്പം ഏകദേശം എല്ലാം ഇതായി. എന്താ പറയുക, ഒറ്റക്കോലത്തിനുള്ള അദ്ദേഹമെല്ലാം ഇവിടെ അനുഗ്രഹമെല്ലാം വാങ്ങിച്ചിട്ട് പോകുന്നതാണ്. എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് നടയിലേക്ക് അതിനെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി പോവുകയെന്ന്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി ആ അഗ്നിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അത് കാണുമ്പോൾ വേറെ തന്നെ ഒരു ഇതാണ്. അപ്പം എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്. എന്താണെന്നറിയില്ല, പോകുമ്പോൾ ഇതിനേക്കാൾ നേരത്തെ അമ്മ പോയേ. പക്ഷെ ഇത്ര തണുപ്പുണ്ടായിട്ടില്ല. വരുമ്പോൾ എന്ത് തണുപ്പ്, ചുണ്ടെല്ലാം കൂടി കിടുകിടുകിടുകിടാ വറക്കാൻ തുടങ്ങി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൊടമഞ്ഞ്, ഓഹോ, താഴ്വരയിൽ, ഓഹോ, അങ്ങനെ നല്ല രസത്തിലായിരുന്നു. നല്ല സുഖമായി ഇങ്ങനെ രാവിലെ എല്ലാം പോകാൻ. അത് തണുപ്പ് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. നല്ല ഒരു അനുഭവങ്ങളല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് വന്നിട്ടുള്ളത്. അവിടെ ബാലാലയ പ്രതിഷ്ഠ നടക്കുന്നതാണ്. അപ്പം അതിൻ്റെ തലേന്ന് രാത്രിക്ക് കുറച്ച് ചടങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന് വേണ്ടി പോയിട്ടുണ്ടായേ. അപ്പം ആ ഒരു ഇതിന് പോയാൽ അതിനിടക്ക് ചെറിയ എന്താ പറയണ്ടേ, എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അവിടെ കുറേ സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിനിടക്ക് അവരെല്ലാം കുറച്ച് തോണ്ടി ഇതാക്കി വർത്തമാനം പറഞ്ഞ് പ്രീതേച്ചി എന്ന കൊഞ്ഞണം കുത്താൻ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തോ അവിടുന്ന് പ്രീതേച്ചിൻ്റെതായ എന്തോ ഒരു പുതിയ ഭാവം കാണിക്കുന്നുണ്ട്. അതിനിടക്ക് കുക്കു വന്നിട്ട് പറഞ്ഞ്, പിന്നെ അന്ന് നാടിൻ്റെ വീഡിയോ എല്ലാം കാണിച്ച സമയത്ത് കുക്കു പറഞ്ഞ് എൻ്റെ വീടിൻ്റെ വീഡിയോ മാത്രം കാണിച്ചില്ല എന്ന് പരാതി പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കുക്കുവിൻ്റെ പരാതി അങ്ങ് മാറ്റി കൊടുത്തേക്ക്, ഓനെ തന്നെ കാണിക്കാമെന്ന് വെച്ചിട്ട് അത് കാണിച്ചു കൊടുത്ത്. അപ്പോൾ അതിനിടക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള
ആ ഒരു സമയം ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയും കച്ചമ്പറും അച്ചാറെല്ലാം ഉണ്ടായേ. ഇതാരുടെ കൈയാന്നല്ലേ, എൻ്റെ കൈയില്ല, എൻ്റെ കൈ ഇങ്ങനെയല്ല, ഇത് നമ്മളെ സ്വന്തം രോഹിതൻ്റെ കൈയാണ്. പാവം കുട്ടിക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ്, എന്നാലും നമ്മൾ എടുക്കും. ഇത് നമ്മളെ ജ്യോതിക, ഇത് രേനേച്ചി, ഇത്ര സമയം ഇവിടുന്ന് അടിച്ച് വർത്താനം പറഞ്ഞാൽ ഞാൻ മെല്ലനെ വീഡിയോ എടുക്കുന്നത് കണ്ടാലും പിന്നെ ഒന്നുമില്ല, വെറുതെ ആ ഫോണിലൊന്നും ഒന്നുമില്ല, വെറുതെ കുത്തി കളിക്കുമായിരുന്നു. അതിൽ അമ്മണി മാത്രമേ ഇല്ലൂ മര്യാദയ്ക്ക് ഫോൺ ഇതാക്കുന്നത്. കാര്യമായിട്ടുള്ള എന്തോ ചർച്ചയിലും കാര്യങ്ങളിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.